നിഷികാന്ത് ദുബൈയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ ബി.ജെ.പിക്കെതിരെ ആയുധമാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ എം.പി ആയിട്ടുള്ള നിഷികാന്ത് ദുബൈ സുപ്രീം കോടതിയുടെ നിയമനിർമ്മാണത്തിലുള്ള ഇടപെടൽ കണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി പാർലമെന്റ് അടച്ചിടാം, സുപ്രീം കോടതി ഭരിക്കട്ടെ, സുപ്രീം കോടതി ബില്ലുകൾ കൊണ്ടുവരട്ടെ, നിയമമാക്കട്ടെ, അത് നിർമ്മിക്കട്ടെ, രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കട്ടെ എന്നാണ് നിഷികാന്ത് ദുബൈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ബി.ജെ.പി നിഷികാന്ത് ദുബൈയെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല, എന്നാൽ നിഷികാന്ത് ദുബൈക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുമില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള ആയുധമാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ കോൺഗ്രസ് എന്ത് ആയുധമാക്കി ബി.ജെ.പിക്കെതിരെ കൊണ്ടുവന്നാലും അത് തിരിച്ച് കോൺഗ്രസിന്റെ പുറകിൽ തന്നെ അല്ലെങ്കിൽ മുതുകിൽ തന്നെ കൊള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുപ്രീം കോടതിയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെയും വിമർശിച്ച പാർട്ടി എം.പി നിഷികാന്ത് ദുബൈയുടെ വിവാദങ്ങൾക്കിടെ മുൻ ഇന്ദിരാഗാന്ധി, അതായത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജുഡീഷ്യൽ അധികാര പരിധിയെ ചോദ്യം ചെയ്യുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വീഡിയോ വീണ്ടും ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് ഈ കോൺഗ്രസിന്റെ രാജ്യത്ത് കാണിച്ച നെറികേടുകൾ എത്രത്തോളമാണെന്ന് ബി.ജെ.പി രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സ്വന്തം ഭൂതകാലം അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി ഐ.ടി സെൽ മേധാവി അമിത് മാളവിയ എക്സിലെ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ രാഷ്ട്രീയ ചലനാത്മകതയും സാമ്പത്തിക ഭീഷണികളും വിലയിരുത്താനുള്ള ജസ്റ്റിസ് ഷായുടെ കഴിവിനെ ഈ ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യുന്നു. ജുഡീഷ്യൽ മേൽനോട്ടത്തിന് മുകളിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രാഥമികതയ്ക്കായി വാദിക്കുന്നു. രാഷ്ട്രീയ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മിസ്റ്റർ ഷായ്ക്ക് എങ്ങനെ അറിയാം? വികസ്വര സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ ശക്തികളാണ് പ്രവർത്തിക്കുന്നത്? ഒരു ജഡ്ജിക്ക് അത് തീരുമാനിക്കാൻ യോഗ്യതയുണ്ടോ എന്നാണ് ഇന്ദിരാഗാന്ധി ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് ജനാധിപത്യം, എന്തിനാണ് തെരഞ്ഞെടുപ്പുകൾ, എന്തിനാണ് രാഷ്ട്രീയക്കാർ അധികാരത്തിലിരിക്കുന്നത്? മിസ്റ്റർ, എന്തിനാണ് ഇതൊക്കെ എന്നാണ് കൃത്യമായി ഇന്ദിരാഗാന്ധി ചോദിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് അമിത് മാളവ്യ പുറത്തുവിട്ടത്. ഞങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ പരിമിതിയുണ്ട്, കാരണം ആ ദൃശ്യങ്ങൾക്ക് കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാൻ പരിമിതിയുള്ളത്. ആ ദൃശ്യത്തിൽ ഇന്ദിരാഗാന്ധി പറയുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കാണിച്ച് കൂട്ടിയ ക്രൂരതകൾ എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ പറഞ്ഞു തീരാനായിട്ട് ഒരു ദിവസം എന്നല്ല, ഒരു മാസം പോലും തികയാതെ വരും. എന്തായാലും അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങൾ അന്വേഷിക്കാൻ 1977 സ്ഥാപിതമായ ഷാ കമ്മീഷനോടുള്ള ഗാന്ധിയുടെ പ്രതികരണമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത് മാളവി ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് ജെ.സി. ഷായുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് കീഴിലുള്ള അധികാര കേന്ദ്രീകരണത്തെ വിമർശിക്കുകയും സെൻസർഷിപ്പ്, പോലീസ് ആക്രമണം, നിർബന്ധിത വന്ധ്യകരണ ക്യാമ്പയിനുകൾ എന്നിവ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇന്ദിരാഗാന്ധിയെ ചൊടിപ്പിച്ചത്. ഈ ആഴ്ച ആദ്യം നിഷികാന്ത് ദുബൈ ജുഡീഷ്യറിക്കെതിരെ ആഞ്ഞടിച്ചു. സുപ്രീം കോടതി നിയമനിർമ്മാണ സ്ഥാപനം പോലെ പ്രവർത്തിച്ചാൽ പാർലമെന്റ് അടച്ചുപൂട്ടണം, അങ്ങനെയാണ് നിഷികാന്ത് ദുബൈ പറഞ്ഞത്. ആ പ്രസ്താവനയ്ക്കെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു വലിയ സംഭവം എന്ന രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസിന്റെ ഈ ചരിത്രമൊക്കെ ബി.ജെ.പി കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.